ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മീറ്റ് ബോളാണ്. അതിന് എന്തൊക്കെ ആവശ്യമെന്ന് നമുക്ക് നോക്കാം. വരൂ. അതിനായി ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ബോൺലെസ് ചിക്കൻ തന്നെ വേണം കേട്ടോ, എന്നാലേ നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി അത് നമുക്ക് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായി ഞാനിതെല്ലാം തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായി എരിവിനായി നമുക്ക് പച്ചമുളക് ഞാൻ 4 എണ്ണം ഇവിടെ ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൊടിയും ചേർത്തുന്നുണ്ട്. ഇതിൻ്റെ അളവിലും നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നോക്കണേ. നല്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഇതിലെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്, അല്ലെങ്കിൽ ഒത്തിരി സോഫ്റ്റ് അല്ലേ ചിക്കൻ നമ്മൾ ക്രഷ് ചെയ്തെടുത്തത്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കൂലെ അതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കൂ, ഇതുപോലെ ആക്കിയെടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ്റെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് എടുത്ത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. ഇത് ആവശ്യമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്കത് ബോളാക്കി എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ആയാലും നമുക്കതാക്കി എടുത്തിട്ട് ഇതാ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം. ഇതൊന്നും കൂടി നമുക്ക് കോൺഫ്ലവറിൽ പുരട്ടിയെടുക്കാം കേട്ടോ, എന്നാലേ നമുക്കത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നമ്മുടെ ബോളെല്ലാം ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഒത്തിരി റഷ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണ്ട, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് നമുക്കിതാ ഇതുപോലെ വിട്ട് കിടക്കുന്ന രീതിയിലിട്ട് എല്ലാം തന്നെ ഒന്ന് നല്ലപോലെ പൊരിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്കായിട്ടും ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞാൻ എല്ലാ ബോൾസും ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒന്നും തന്നെ ഒന്നിൻ്റെ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാ ബോൾസും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് സെയിം നമ്മൾ ആ ഫ്രൈ ആക്കിയ എണ്ണ തന്നെ ഞാൻ എടുക്കുന്നത് കേട്ടോ. നമുക്കൊരു സോസ് റെഡിയാക്കി എടുക്കാം. അതിനായി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം തന്നെ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം. നോക്കൂ, നമ്മൾ എല്ലാം തന്നെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസ് അത് ഒഴിച്ചൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് സോസിൻ്റെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ 1/4 കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം തന്നെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നോക്കൂ, തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം. അതിലേക്ക് സോസിൻ്റെ എരിവിൻ്റെ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ അത് മിക്സ് ചെയ്ത് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് നമ്മുടെ സോസ് തിക്കായി കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. അത് ഒഴിച്ച പാടത്തിന് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെ നമുക്കത് കട്ട പിടിച്ചിരിക്കും. അതെല്ലാം റെഡിയായി. പിന്നെ ഇത് ഓപ്ഷണലാണ്, ഒറിഗാനോ ആണ്. 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്തി കൊടുക്കാം. ഇപ്പം നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മീറ്റ് ബോൾ
എല്ലാം തന്നെ നമുക്കതിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നോക്കൂ, ഇത് അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ സ്കൂളെല്ലാം തുറന്ന് നമ്മുടെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നല്ല ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റിയായി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കല്ല മുതിർന്നവർക്കല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.